ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല, നമുക്കിത് ലഞ്ചിനും ഡിന്നറിനും അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു വെറൈറ്റി പലഹാരമാണ്. ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെയധികം ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഒരു 3 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഗോതമ്പ് പൊടിയുടെ അളവിൽ മാറ്റം വരുത്താം കേട്ടോ. ഞാനിപ്പോൾ 3 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ 3 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പില എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ സവാളയും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഞാനിവിടെ 3 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാനിവിടെ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ അല്പം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കടുക് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ജീരകം ചേർക്കുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റിനും ഫ്ലേവറിനും വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആ ഒരു ജീരകത്തിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവോളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിൻ്റെ കളറൊന്നും ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഞാനിവിടെ മുറിച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഇതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ആണെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ചിക്കൻ മസാലയോ എഗ് മസാലയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് രണ്ടും ഇല്ലെങ്കിൽ ഗരം മസാല ചേർക്കാവുന്നതാണ്. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പം പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിൽ വയ്ക്കുക കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ട്. കുറച്ച് ക്യാബേജ് കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ക്യാബേജിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ, കാരണം വെജിറ്റബിൾസിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ട ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ മുട്ട ഒരു വശത്തേക്ക് വെജിറ്റബിൾസ് എല്ലാം മാറ്റിയതിന് ശേഷം ഒരു സൈഡിലേക്ക് നമുക്ക് ഈ മുട്ട ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് ചിക്കിയെടുക്കാം. കാരണം അപ്പോൾ കുറച്ചൊന്ന് വെന്ത് കിട്ടും. വെന്തതിന് ശേഷം മുട്ട ചിക്കിയെടുക്കുമ്പോഴാണ് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പീസായിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് അല്പനേരം ഒന്ന് വേവിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ചിക്കിയെടുക്കാവുന്നതാണ്. മുട്ടയും അതിൻ്റെ കൂടെ തന്നെ ആ വെജിറ്റബിൾസ് എല്ലാം കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ പാത്രത്തിൽ തന്നെ ചെയ്യാമല്ലെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിൽ മുട്ട മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാവുന്നതുമാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഈ സമയം കൂടി നോക്കുക കേട്ടോ. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കറിവേപ്പില വേണമെങ്കിൽ ഈ സമയം ചേർക്കാവുന്നതാണ്. മല്ലിയില വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. എല്ലാം കൂടി നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഒന്നുകൂടി ഒന്ന് റെഡിയാക്കാം. അപ്പോൾ കുറച്ച് സമയം ഇരുന്നപ്പോൾ തന്നെ അത് നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യോ ഓയിലോ ചേർത്ത് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഞാനിതിൽ നിന്ന് അത്യാവശ്യം വലിപ്പത്തിലുള്ള ബോൾ ഷേപ്പിലാണ് എടുക്കുന്നത് കേട്ടോ. വലിപ്പത്തിൽ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറുതായി പോകരുത്. കൈക്കുള്ളിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഉരുട്ടി പരത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും. ഇവിടെ ഇപ്പോൾ ഞാനിതെല്ലാം തന്നെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗോതമ്പ് പൊടിയിൽ മുക്കിയതിന് ശേഷം പരത്തിയെടുക്കാം.
അപ്പോൾ അല്പം കട്ടിയായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്, നൈസായി പോകരുത്, അല്ലെങ്കിൽ ഫില്ലിങ് വെക്കുമ്പോൾ അത് പൊട്ടി പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അല്പം കട്ടിയായിട്ട് തന്നെ പരത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഞാനിവിടെ ഒരെണ്ണം പരത്തി എടുത്തിട്ടുണ്ട്, അത് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്ക് ചപ്പാത്തി എല്ലാം പരത്തി എടുത്തതിന് ശേഷം നമുക്ക് തയ്യാറാക്കുന്നതായിരിക്കും കുറച്ച് എളുപ്പം കേട്ടോ. ഞാൻ ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് ഒരു കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ ആ ഒരു സെൻറ്ററിലായിട്ട് നമുക്കിതിൻ്റെ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിൻ്റെ ആ റൗണ്ട് ഷേപ്പിൽ മൊത്തത്തിലായിട്ട് നമുക്കതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് അല്പം വലിപ്പത്തിലാണ് പരത്തിയിരിക്കുന്നത്. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നതിനേക്കാളും കുറച്ചുകൂടെ വലിപ്പത്തിൽ, എങ്കിൽ മാത്രമേ നമ്മൾ കറക്റ്റ് ചപ്പാത്തിയുടെ അത്രയും വലിപ്പത്തിൽ നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അല്പം വലിപ്പത്തിലാണ് ഞാനിത് പരത്തിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ ഒരു ബോൾ ഷേപ്പിൽ വേണം ഇതിൻ്റെ ആ മാവ് എടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഒരു പാത്രം കൂടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് അതൊന്ന് ലെവൽ ചെയ്തെടുക്കുക. സൈഡൊക്കെ വിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതിയാകും. ഇനി തവ നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മാത്രം മതിയാകും കേട്ടോ. സാധാരണ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ ഇതൊന്ന് ചുട്ടെടുക്കാം. ഒരു വശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം ഓയിലോ നെയ്യോ ഒന്ന് തേച്ച് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കുക. ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഇത് അല്പം എണ്ണ ഒഴിച്ചിട്ട് അതിലൊന്ന് ഫ്രൈ ചെയ്ത്, അപ്പോൾ ഇത്രയും വലിപ്പത്തിൽ എടുക്കണമെന്നില്ല, കുറച്ചുകൂടെ വട്ടം കുറച്ച് പരത്തിയെടുത്താൽ മതിയാകും. എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്നാക്സായിട്ട് കഴിക്കാം. എണ്ണയില്ലാതെ നമ്മൾ വെറുതെ ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിന്നറായിട്ടോ ലഞ്ചായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും കൂടിയൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണം, എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്